നിങ്ങൾ കാട്ടിയ ജീവിത മാതൃക ഞങ്ങൾക്കെന്നും ആവേശം ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം നിങ്ങൾ കാട്ടിയ ജീവിത മാതൃക ഞങ്ങൾക്കെന്നും ആവേശം ഞങ്ങൾക്കെന്നും ആവേശം ഇല്ലാചിത്രം മരിക്കുന്നില്ല ഇല്ലാചിത്രം മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ജയ് 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 തുഷാർ ജയ് തുഷാർ ജി സെപ്റ്റംബർ 10 സിന്ദാബാദ് സെപ്റ്റംബർ 10 സിന്ദാബാദ് ചിത്രം കണ്ടോ ദിനം സിന്ദാബാദ് ജയ് തുഷാർ ജി ജയ് തുഷാർ ജി ജയ് തുഷാർ ജി ജയ് തുഷാർ ജി ജയ് BDJS സെപ്റ്റംബർ 10 സിന്ദാബാദ് കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം ഒന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയെന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിയാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദവും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാദ്യനും നീ സത്യജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ മൊഴിമോർക്കിന്നി അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനാപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ
വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളുകങ്ങൾ കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ പ്രവാപ്തിക്കോ രാവിവൻ തോണി നിൻ പദം. BDJസിൻ്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ചിത്രം കണ്ടോത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്ന്. ഈ ദിനത്തിൻ്റെ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. BDJS പ്രസ്ഥാനത്തിന് വേണ്ടിയും SNDP എന്ന സംഘടനയ്ക്ക് വേണ്ടിക്കും അഹോരാത്രം പ്രവർത്തിച്ച് നന്മയിലേക്ക് വെളിച്ചം പോകുന്ന പ്രസ്ഥാനത്തെ നമ്മളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാക്കുകളും ഒക്കെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അനുവർത്തിക്കുവാൻ സാധിച്ചു. അതിൻ്റെ തെളിവാണ് പാനൂര് പ്രദേശത്തുള്ള ചിത്രം കണ്ടോത്തിൻ്റെ ഈ മരണം. നമുക്ക് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഈ ജീവൻ നമുക്ക് മരിച്ചിട്ടില്ല എന്ന് ഓതുന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചത്. ചിത്രം എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊരു മാതൃക തന്നെയാണ്. സംഘടനാ തലത്തിലായാലും പാർട്ടി തലത്തിലായാലും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ നെടുന്തൂണായിരുന്നു ചിത്രം കണ്ടോത്ത്. SNDPയുടെ കണ്ണൂർ ജില്ലാ ട്രഷറർ കൂടിയായി അദ്ദേഹം. സംഘടനാ തലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാടിന് പ്രശംസനീയമാണ്. അവരൊറ്റ കാരണം തന്നെ മതി. പാനൂരിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ച യുവജന നേതാവാണ് ചിത്രം കണ്ടോത്ത്. അദ്ദേഹത്തിൻ്റെ 1ാം വാർഷിക ചരമദിനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഉയർന്നു വരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം നിർവഹിച്ചു കൊടുത്തുള്ള ചിത്രം കണ്ടോത്തിൻ്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അതൊരു ശിവഗിരി മഠത്തിൻ്റെ അധിപൻ തന്നെ ആകണമെന്നുള്ള വിനിയോഗം കൊണ്ടായിരിക്കാം 2ാമത്തെ അനുസ്മരണ പരിപാടിയും നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ സ്വാമിജി പ്രമാന്ത സ്വാമിജി അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടന്നു വരുന്നത്. അത് ദൈവനിശ്ചയമാകാം. ഗുരുദേവൻ നമുക്ക് പലതും ചേർത്ത് വെക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കുമ്പോൾ
അത് നടക്കുമെന്ന് ഗുരുദേവൻ പറയുന്നൊരു കാഴ്ചകൾ നമ്മുടെ മുന്നിൽ പലതും കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പലതും കണ്ട് മുന്നോട്ട് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവനിശ്ചയമാകാം. അതിനുവേണ്ടി എൻ്റെ അധ്യക്ഷ പ്രസംഗം ഏറ്റവും അവസാനം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാം എന്നതുകൊണ്ട് തന്നെ ശിവരമഠത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ചിത്രം കണ്ടോത്തിൻ്റെ ജീവനായിട്ടുള്ള പ്രമാണിജിയെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സദസ്യം ക്ഷണിക്കുകയാണ്. ശ്രേഷ്ഠരായ സജ്ജനങ്ങളെ, ശ്രീ ചിത്രം കണ്ടോത്ത് എന്നുള്ള നാമം ഒരു ജീവിതത്തിൽ വളരെ സ്പന്ദനത്തോടുകൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും അതോടൊപ്പം മേഖലയിൽ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഇടയിലൂടെ സമന്വയിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവന്ന് ജനങ്ങളുടെ ഇടയിൽ ഉദാത്തമായ തലത്തിലുള്ള സാമൂഹിക പ്രവർത്തനം നടത്തിവന്ന നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു സമൂഹം എങ്ങനെ നിലനിന്ന് പോകണം, കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതവും സാമുദായിക മതസൗഹാർദ്ദ രാഷ്ട്രീയ സൗഹാർദ്ദ രംഗങ്ങളിലെല്ലാം സർവോപരി വിവിധ കലാ സംഗീത സാഹിത്യ സഭയ്ക്കുകളുടെ സമന്വയത്തിലേക്കും ജീവിതത്തെ ശ്രേയസ്സിലേക്കും പ്രേയസ്സിലേക്കും നയിച്ചുകൊണ്ട് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും സമന്വയിപ്പിച്ച മഹത്വപൂർണമായ ജീവിതമാണ് ശ്രീ ചിത്രൻ കണ്ടോത്ത് അവർകൾ നിർവഹിച്ചത്. അരുളാണ് ജീവി എന്ന് ശ്രീനാരായണ ഗുരു അനുകമ്പാദശകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി അവരവരുടേതായിട്ടുള്ള ജീവകാരുണ്യം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സഹാനുഭൂതി സഹായം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ജയന്തിക്കും തിരുവോണത്തിനും വേണ്ടിയിട്ട് സ്വന്തം ചെലവിൽ തന്നെ ഓണക്കിറ്റുകളും അതോടൊപ്പം അനാഥാലയത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം നിർദ്ധനരായിരിക്കുന്നതായിട്ടുള്ള ജനങ്ങളെ കണ്ടറിഞ്ഞ് നബിജീവിയിൽ പറയുന്ന പോലെ ഒരു കയ്യിൽ നിന്നുള്ള മറ്റൊരു കൈ അറിയാത്ത വിധത്തിൽ വളരെ നിഷ്കാമമായിട്ടുള്ള കർമ്മ പ്രവർത്തിയിലൂടെ യേശുദേവന്റെ ആ വിനയത്തിൻ്റെ ബുദ്ധൻ്റെ അഹിംസാത്മകമായ ജീവിതത്തിൽ കൃഷ്ണന്റെ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം മഹാത്മജിയുടെ ദേശസ്നേഹത്തിൻ്റെ ഭാരതാംബയുടെ മഹാത്മാക്കളെല്ലാം ഭാരതാംബയുടെ തുച്ഛവടികളിൽ ഒരുമിച്ച് നിന്ന് നല്ല ദേശഭക്തി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നിതാന്തമായിട്ടുള്ള ജാഗ്രതയോടുകൂടി
ശ്രീ ചിത്രൻ കണ്ടോത്ത് നിർവഹിച്ചത്. ആ പ്രവർത്തനങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടത്തി വന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ അത് വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത തലത്തിൽ ആയിരുന്നു ആ ജീവിതം എന്നുള്ളതാണ്. കുടുംബജീവിതവും അതോടൊപ്പം സാമൂഹ്യ രാഷ്ട്രീയ ജീവിതവും സമന്വയിപ്പിച്ചു കൊണ്ടുവന്ന വലിയൊരു സാമൂഹ്യ പ്രവർത്തകൻ. ആ സാമൂഹ്യ പ്രവർത്തകൻ്റെ വിയോഗം നമുക്ക് വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ ഒരു പ്രചോദനം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ജഗന്നാഥനോടും അല്ലാഹുവിനോടും കർത്താവിനോടും ഈശോമിശിഹായോടും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരു പരമ്പരകളോടും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് ഭാരത് ധർമ്മ ജനസേന എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ദേശീയ തലത്തിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് ദേശഭക്തി സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും എല്ലാ മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരു കുടക്കീഴിലേക്ക് ഒരു ബിന്ദുവിലേക്ക് ക്രോഡീകരിച്ച് കൊണ്ടുവരുന്നതിൽ പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം വേണ്ട വിധത്തിൽ പരസ്പരം സഹകരണത്തോടുകൂടി സഹകരിച്ചുകൊണ്ട് സമാധാനപൂർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ജീവിത ശൈലി രൂപപ്പെടുത്തി എടുക്കുന്നതിന് ക്ഷമാപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട വിധത്തിൽ രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും സാമുദായിക മത സാംസ്കാരിക ബോധവും സമന്വയിപ്പിച്ച് നല്ല ഒരു സ്വച്ഛന്ത സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം പടുത്തുയർത്താൻ നമുക്ക് മുമ്പിലോട്ട് സാധിക്കണം. ആ സാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗുണഗണങ്ങളെല്ലാം. ആ ഗുണഗണങ്ങളെല്ലാം സമന്വയിപ്പിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് BDJS-ഉം BJP-യും വിവിധ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഈ ഒരു സംരംഭത്തിലേക്ക് നല്ല രീതിയിലേക്ക് എത്തട്ടെ. നല്ല സമന്വയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി എടുത്ത് നല്ല ഒരു ചിത്രം കണ്ടോത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഭാവിയിലേക്കുള്ള നല്ല തലമുറയെ നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ഒരു രീതിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു നമ്മുടെ ഈ ശ്രീ ചിത്രം കണ്ടോത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്ന എന്നും നല്ല പരിപൂർണമായിട്ടുള്ള നല്ല സ്വച്ഛന്തമായിട്ടുള്ള ഒരു ആത്മാവിന് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആ സ്മൃതിപഥത്തിൽ നമുക്ക് ആ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വിനയപുരസ്സരം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. BDJS-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ പ്രിയപ്പെട്ട മനീഷ് അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശിവഗിരി മഠത്തിലെ സ്വാമിജി പ്രേമാനന്ദജി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന BDJS-ൻ്റെ ജില്ലാ അധ്യക്ഷൻ പൈലി വത്തിയാട്ട് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ,
BDJSൻ്റെ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നാം അനുസ്മരിക്കുന്ന ചിത്രൻ കണ്ടോത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമായി ഞാൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്താണ് BDJSൻ്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ ചിത്രം കണ്ടോത്തിനെ പരിചയപ്പെടുന്നത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്രയേറെ ഒരു പരിചയമൊന്നുമില്ല. BDJSനെ ഈ മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതിന് മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന കാര്യമല്ല. നിരന്തരമായ പ്രവർത്തനത്തിലൂടെ, നിരന്തരമായ പ്രവാസത്തിലൂടെ, നിരന്തരമായിട്ടുള്ള ചലനത്തിലൂടെയാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ വളർന്നു വരിക. നമുക്കറിയാം, ഒരു പാറക്കല്ല്, ഒരു കല്ല് ഒരു പുഴയിൽ നിന്നെടുക്കുമ്പോൾ ആ കല്ല് നമുക്ക് ഏറ്റവും മനോഹരമായ മിനുസമുള്ള ഒരു കല്ല് നമുക്കൊന്ന് മുഖത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നും. എന്നാൽ ഈ കല്ലിൻ്റെ ഉത്ഭവം, ഈ കല്ലെന്തായിരുന്നു ഒരു കാലത്ത്? ആ കല്ലിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയായിരുന്നു? ആ പുഴയുടെ ആരംഭത്തിൽ നിന്നാണ് ആ കല്ല് ഒഴുകി ഒഴുകി വരുന്നത്. എന്തായിരുന്നു ആ കല്ലിൻ്റെ കൂർത്തുമൂർത്ത വശങ്ങൾ? നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് കല്ലുകളോട് ചേർന്ന് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളെല്ലാം തയഞ്ഞ് അവസാനം നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല മിനുസമുള്ള കല്ലായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ എത്ര കാലം ആ കല്ല് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പല സ്ഥലത്തും തട്ടി ഒരഞ്ഞി ഒഴുകി വന്നിട്ടാണ് ഇത്രയും മിനുസമായിട്ടുള്ള കല്ല് നമുക്ക് ലഭിക്കുന്നത്? അതുപോലെയാണ് ഒരു പൊതുപ്രവർത്തകൻ. അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് വന്ന് ഓരോ പരിപാടികളിലൂടെ, ഓരോ അവസരങ്ങളിലൂടെ അതിനെയെല്ലാം സമീപിച്ച് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ ഉദയം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ, ഒരു നേതാവ് ഉദയം ചെയ്യുന്നത് ആ തരത്തിലാണ്. നമുക്കറിയാം, നേതാവെന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിലെ എടുത്തു വയ്ക്കുമ്പോൾ ആ സമൂഹത്തിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളെയാണ് നാം ലീഡർ എന്ന് പറയുന്നത്. മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിന് മനസ്സുണ്ടാകുന്ന ഒരാളായിട്ട് മാറുമ്പോഴാണ് അയാൾ ജനങ്ങളുടെ നേതാവായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ചിത്രൻ കണ്ടോത്ത് എന്ന പൊതുപ്രവർത്തകനൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് എത്രയേറെ ആളുകൾ ഈ ഒരു വീടിൻ്റെ അങ്കണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് തടിച്ചുകൂടിയിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ളത്. BDJS നടത്തിയിട്ടുള്ള BDJSൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പ്രസ്ഥാനം വളർന്നു വരണമെന്നാഗ്രഹിക്കുന്ന
ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. ആ നാട് BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനത, ഈ നാട്ടിലെ ജനത BDJS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ജിഹ്വയായിട്ടാണ് ഈ പ്രസ്ഥാനം മാറുന്നത്. നിരവധി ലക്ഷ്യങ്ങൾ ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങേണ്ടതായിട്ടുള്ള ഒരു അവസരമുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. ഇനി നമ്മുടെ മുന്നിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള ഒരു പരിഗണന എന്നും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകും, ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലുണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ പുതിയ പുതിയ ആളുകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരണം. അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയാണ് കൊണ്ടുവരേണ്ടത്. ധാരാളം ആളുകൾ ഇന്ന് ആശയറ്റ് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആശയറ്റ് നിൽക്കുന്ന വിഭാഗത്തെ കൂടെ ചേർത്ത് ഒരു മഹാശക്തിയായിട്ട് നമുക്ക് കേരളത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. 20% വോട്ടുള്ള ഒരു മുന്നണിയാണ് നമ്മുടേത്. NDA എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനമൊന്നുമല്ല. എന്നാൽ ഈ നാട്ടിലെ ഇടതിനോടും ഈ നാട്ടിലെ വലതിനോടും മല്ലടിച്ചുകൊണ്ട് 20% വോട്ടുള്ള ഒരു മുന്നണിയായിട്ട് നാം കേരളത്തിൻ്റെ മണ്ണിൽ മാറി. കേരളത്തിൽ ഈ പ്രസ്ഥാനം, ഈ മുന്നണിയിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂരിൽ നിന്ന് ഒരു MP നമുക്കുണ്ട്. നമുക്ക് 2 മന്ത്രിമാർ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു മന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ലോകസഭയിൽ അയച്ചയാളാണ് മന്ത്രിയായിട്ടുള്ളത്. 2025 അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാം നോക്കുമ്പോൾ ഈ ഒരു ശക്തി നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് 20% വോട്ടെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നാം ജയിച്ചു. തിരുവനന്തപുരത്തും അതുപോലെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും നാം പരാജയപ്പെട്ടു പോയത് ഒരു പക്ഷേ ഓരോ ബൂത്തിലും 1-2 വോട്ട് കൂടി നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാളും കൂടുതൽ MP ഉള്ള ഒരു മുന്നണിയായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാളും വലിയൊരു പ്രസ്ഥാനമായിട്ട് NDA മാറുമായിരുന്നു. നമുക്കറിയാം, ഓരോ മണ്ഡലത്തിലെയും മുന്നേറ്റം എടുത്ത് നോക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിൽ നാം നടത്തിയിട്ടുള്ള മുന്നേറ്റം ചെറിയൊരു വോട്ടിൽ നിന്നാണ് അവിടെ വലിയ മുന്നേറ്റത്തിലേക്ക് നമുക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇന്ന് 11 നിയമസഭാ സീറ്റുകൾ എടുത്തു നോക്കുമ്പോൾ 11 നിയമസഭാ സീറ്റുകളിൽ നാം 1-ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. 9 നിയമസഭാ മണ്ഡലത്തിൽ നാം 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടു പോയത് ചെറിയ വോട്ടുകൾക്കാണ്. 30 അസംബ്ലി മണ്ഡലത്തിൽ നാം വിജയത്തിലേക്ക് കുറിക്കാൻ വേണ്ടി പോവുകയാണ്. 35,000-ലേറെ വോട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട്, ഒരു മുന്നണിയായിട്ട് നാം മാറി. അങ്ങനെ വരുമ്പോൾ 50 അസംബ്ലി മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ന് നമ്മുടെ NDA മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു 10% കൂടി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയും. അതിലേക്കായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. കണ്ണൂർ എന്ന് പറയുന്ന ഈ ജില്ല നമ്മൾ ആർക്കും തന്നെ തീരെഴുതി കൊടുത്ത ജില്ലയല്ല. മറിച്ച് നമ്മുടെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയാൽ ഇവിടെയും നമുക്ക് വിജയമുണ്ടാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വളരാനുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന ജനപ്രിയ പദ്ധതികൾ, ഓരോ ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ നാട്ടിൽ, അതിലേക്കൊന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ
ഒരു ആശംസാ പ്രസംഗകൻ എന്ന നിലയ്ക്ക് അതിലേക്കൊന്നും കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മോദിജി വിഭാവനം ചെയ്തിട്ടുള്ള ഈ ഒരു വികസിത രാജ്യത്തിൻ്റെ സങ്കല്പങ്ങളിലേക്ക് കേരളത്തെ നാം ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിച്ചു. എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് 1987 ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നേറ്റം കുറിച്ചത്. എന്നാൽ പിന്നീട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി കഴിഞ്ഞു? ഇടതുപക്ഷം ഈ നാട്ടിലെ ഒരു വിഭാഗം മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെ ചവിട്ടി ഞെരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവരെ പുറംപോക്കിലേക്ക് അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാത്തവരാക്കിയിട്ട് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ മെല്ലെ മെല്ലെ വർഷങ്ങൾ കടന്നു വരുമ്പോഴാണ് അവരുയർത്തിയ ആ മുന്നണികളുടെ യഥാർത്ഥ മുഖം പുറത്തിറക്കുമ്പോഴാണ് അത് ഏത് നാട്ടിലേക്കാണ്, എന്താണ് അവരുടെ ചിന്ത എന്ന് ഇപ്പോൾ മെല്ലെ മെല്ലെ പിണറായി വിജയനും കൂട്ടരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടു. ആ സമയത്താണ് ഇവർ മെല്ലെ മെല്ലെ വീണ്ടും എവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ഓരോ വിഭാഗം ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ എല്ലാമായിരുന്നു ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം. ആ ക്ഷേത്ര സങ്കല്പങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള ആളുകൾ ഇന്ന് അയ്യപ്പനില്ലാതെ ഇനി ഈ കേരളത്തിലൊരു ഭരണം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് മെല്ലെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തെ ഇവരെല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ത്യാഗോജലമായ പ്രവർത്തനം നടത്തിയ ചിത്രൻ കണ്ടോത്തിനെ പോലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നാം ഓർമ്മിക്കേണ്ടതും അവരുടെ ഓർമ്മ പുതുക്കുമ്പോൾ അവർക്ക് നാം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുമ്പോൾ ആ ശ്രദ്ധാഞ്ജലിയായിട്ട് വരേണ്ടത് ഈ പ്രസ്ഥാനത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചിന്ത, നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം, നിങ്ങളുടെ യാത്രകളിൽ ഈ പ്രസ്ഥാനത്തെ, ഈ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്ത പോകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതായിരിക്കണം ചിത്രൻ കണ്ടോത്തിന് നൽകുന്ന ശ്രദ്ധാഞ്ജലി എന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ധീരോദാത്മാവിന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം. ജയ് ഭാരത്, വന്ദേ മാതരം. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പൈലി വാദ്യാട്ട് അവറുകളെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യൻ സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ ആ മനുഷ്യൻ ആ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നായി പൊരുതുന്നതായിട്ടാണ് ചരിത്രം വഴി കാണുന്നത്. ആ കാണുന്നതിൻ്റെ ഭാഗം തന്നെയാണ് കോവിഡിൻ്റെ കെട്ട കാലഘട്ടത്തിൽ BD ജയ്സിൻ്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ മേഖലയിൽ അനേകം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആദരണീയനായ ശ്രീ ചിത്രൻ കണ്ടോത്തിനെ ഓർക്കുന്നത് അവിടെ വെച്ചാണ്. BD ജയ്സിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരും തലശ്ശേരിയും പാനൂരും നടക്കുന്ന വിവിധ യോഗങ്ങളിൽ സജീവമായി നമ്മളോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച ചിത്രൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ സ്ഥാനം പിടിക്കുന്നുവോ അതാണ് ആ വ്യക്തി ആ സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു മനുഷ്യൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ സഹജീവികളോട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതാണ്
ഈ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭാരത് ധർമ്മ ജനസേനയുടെ ഒരെളിയ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ ചിത്രൻ കണ്ടോത്തിനെ പരിചയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് നിൽക്കുവാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനും കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യമുണ്ട്. കേവലം ഈ ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 45-46 വർഷം മാത്രമാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ നല്ല കാലം തുടങ്ങുമ്പോൾ, പക്വത വന്ന ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. നമ്മുടെ വിശ്വാസമനുസരിച്ച് ദൈവം നല്ല നല്ല പുഷ്പങ്ങളെയാണ് ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ പുതിയതായി വിരിയാൻ വേണ്ടി അനുവദിക്കുന്നത്. അങ്ങനെ ചിത്രൻ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം അവസാനിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ച ഓർമ്മകൾ ഈ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒന്നൊന്നായിട്ട് ചെയ്ത കൊച്ചു കൊച്ചു സേവനങ്ങൾ മാത്രമാണ്. ആ സേവനങ്ങൾ അത് ചെറുതല്ല. ഒരു വ്യക്തി സമൂഹത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അത് മനുഷ്യൻ്റെ മനസ്സിൽ നിലകൊള്ളുമ്പോൾ ആണ് കാലാകാലങ്ങളിൽ ആ വ്യക്തിത്വത്തെ ലോകം അറിയുന്നത്. നമുക്കറിയാം, ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ ഗ്രാമങ്ങളിലായാലും പട്ടണങ്ങളിലായാലും ജീവിതത്തിൽ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചവർ എക്കാലവും ജനമനസ്സുകളിൽ തൻ്റെ ലോക ജീവിതം അവസാനിച്ച് കടന്നു പോകുമ്പോഴും അവരുടെ ജനമനസ്സിൽ അവരുടെ ആയുസ്സും തലമുറകൾക്കും അപ്പുറത്ത് കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ വഴി നടത്തിയ പല ഗുരുക്കന്മാരും മൺമറിഞ്ഞു പോയാലും ഇപ്പോഴും നമ്മൾ അവരെ ഓർക്കുന്നത്, എന്നെ 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ആ പ്രിയ ഗുരുനാഥനെ ഓർക്കുന്നത് അവർ നമ്മുടെ മനസ്സിൽ കോറിയിട്ട ആ മഹത്തായ സ്നേഹത്തിൻ്റെ മുദ്ര കൊണ്ട് തന്നെയാണ്. ഭാരത് ധർമ്മ ജനസേന സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ചിത്രൻ കണ്ടോത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അനുസ്മരണം നടത്തുവാനും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുന്ന തലമുറകൾക്ക് സജീവമാക്കി വെക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നതിലും വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അനുസ്മരിച്ചു പോകുന്നത് BDJS സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന ബാബുവേട്ടൻ ഒരു മാർച്ച് മാസം, ആ കൊറോണയുടെ കാലത്ത് ഒരു മാർച്ച് മാസം 6-ാം തീയതി BDJS-ൽ നമ്മിൽ നിന്ന് കടന്നുപോയി. ബാബുവേട്ടൻ ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തൃശ്ശൂരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ്. പാനൂരിൻ്റെ മേഖലയിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ധാരാളം പേർ ഇവിടെ ജീവിച്ച് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് പോകുന്നുണ്ടെങ്കിലും അവരുടെ പേരുകൾ ഓർമ്മിക്കപ്പെടുന്നത് അവർ ഈ മനുഷ്യ സമൂഹത്തിന് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ആ ചെറിയ സേവനങ്ങൾ, വലിയ സേവനങ്ങളല്ല, അവരവരുടെ ഹൃദയത്തിൽ തട്ടി അവരവരുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ചെറിയ കൈത്താങ്ങുകൾ ചെയ്യുമ്പോൾ അത് ആ മനുഷ്യ സമൂഹത്തിന് ആ സമൂഹത്തിന് വലിയ ഒരു താങ്ങായി ഇത് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ദീർഘമായ ഒരു അനുസ്മരണത്തിൽ പ്രസക്തിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ വിജയിക്കാൻ ശക്തി പകരട്ടെ, മക്കൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം BDJS അദ്ദേഹം പറഞ്ഞ കരുത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനുള്ള പരിശ്രമത്തിൽ അദ്ദേഹത്തെ എക്കാലം ഓർമ്മിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യൂണിയൻ സെക്രട്ടറി ശശീന്ദ്രൻ പാട്ടീൽ നിങ്ങളെ ചിത്രനെ അനുസ്മരിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ചിത്രൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്
1 വർഷം തികയുകയാണ്. ചിത്രൻ്റെ ഈ വീട്ടിൽ പലതവണ ഞാൻ വരാറുണ്ട്. ചിത്രൻ നിന്നുകൊണ്ട് സ്വീകരിക്കും, മാഷെ ഇവിടെ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറേ മാസങ്ങളായി ഞാനിവിടെ വരാറില്ല. പക്ഷേ ഇന്നും ചിത്രൻ എന്നോട് സംസാരിക്കുന്നു, മാഷെ ഇവിടെ ഇരിക്കും. ഞാനവിടെ ഇരുന്നു, സ്വാമിജിയോടൊപ്പം കുറേ സമയം അവിടെ ഇരുന്നു. സ്വാമിജിയായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ചിത്രൻ നമ്മുടെ പാനൂർ മേഖലയിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ഞാൻ ചിത്രനെ ആദ്യമായി പരിചയപ്പെടുന്നത് SNDPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ്. ആ കാലത്ത് TK നാണുവേട്ടനും അതുപോലെ തന്നെ രാഘവൻ മാഷും പാനൂർ എന്ത് പരിപാടി നടക്കുമ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ നിർത്താൻ ചിത്രനെയാണ് ചുമതലപ്പെടുത്താറ്. കാരണം അത്രമാത്രം ആത്മാർത്ഥത പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആളാണ് ചിത്രൻ. അതുകൂടാതെ ചിത്രനോടൊപ്പം രാജീവനും അനീഷും ഇങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിത്വം ഈ പാനൂർ മേഖലയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന ആളായിരുന്നു ചിത്രൻ എന്നുള്ളത്. തികഞ്ഞ ആത്മാർത്ഥത, അതാണ് ചിത്രൻ്റെ മുഖമുദ്ര. ചിത്രൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ്. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമാണ് ചിത്രൻ്റെ പ്രവർത്തനം. SNDP യോഗത്തിൻ്റെ കീഴിൽ മൈക്രോ ഫൈനാൻസ് എന്നുള്ള പ്രസ്ഥാനം ഈ ശാഖയ്ക്ക് കീഴിൽ, പാനൂർ ശാഖയ്ക്ക് കീഴിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചിത്രൻ ഇവിടെയായിരുന്നു യോഗം വിളിച്ചത്. ഇവിടെ നിന്ന് യോഗം വിളിച്ച് ഇവിടെ 3 മൈക്രോ ഫൈനാൻസ് യൂണിറ്റ് ചിത്രൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 3 മൈക്രോ ഫൈനാൻസ് ഈ യൂണിറ്റ് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു ഏകദേശം 15 ലക്ഷത്തോളം ഒരു തവണ എടുത്ത് വീണ്ടും അതുപോലെ തന്നെ ഈ മൈക്രോ ഫൈനാൻസിലൂടെ വായ്പ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്ത് ചിത്രം തന്നെയാണ്. കൂടാതെ ചിത്രൻ്റെ ഒരു പ്രത്യേകത, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് കവി പാടിയിട്ടുണ്ട്. തൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അത് ഏകദേശം 1 വർഷം തികയുമ്പോൾ ഒരു തുക മാറ്റിവെച്ച് അത് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് കിറ്റുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ചിത്രം വിളിച്ച് ഇവിടെ വന്നപ്പോൾ മനീഷ് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഒരു മനീഷിന് ഇരുന്ന് നമ്മളോട് പറയാണ്, ഈ കിറ്റ് വിതരണം ചെയ്യണം. അത് ഒരാളെടുക്കുന്ന സംഭാവന വാങ്ങി കൊടുക്കുന്നതല്ല, തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെച്ച് വർഷത്തിൽ ചിത്രൻ ഇത്തരത്തിലുള്ള ഒരു മഹത്തായ കർമ്മം ചെയ്യാറുണ്ട്. പിന്നെ ചിത്രൻ്റെ മറ്റൊരു പ്രത്യേകത എന്ത് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരോടും സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരോടും വളരെ മിതത്വം, സമന്വയത്തിൻ്റെ പാത സ്വീകരിക്കുന്നതാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ചിത്രൻ ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, BDJSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രൻ്റെ സുഹൃത്തും പ്രഗത്ഭനുമായിരുന്ന, പാനൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭനുമായിരുന്ന PK പ്രവീണായിരുന്നു അന്ന് എതിരായിട്ട് മത്സരിച്ചത്. പക്ഷെ ചിത്രം പറയുന്നു, തൻ്റെ പ്രസ്ഥാനം, പ്രവീണും ഞാനുമായിട്ട് അങ്ങേയറ്റം ബന്ധമുണ്ട്, പക്ഷേ BDJS എന്ന പ്രസ്ഥാനം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ആ സംഘടനയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ആ മാന്യത, ആ സംഘടനയോടുള്ള കൂറ് എപ്പോഴും ചിത്രൻ പുലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. SNDP യോഗത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് BDJS എന്ന പ്രസ്ഥാനം വന്നത്. നമുക്കറിയാം, സാമുദായിക ഗുരുദേവൻ നമ്മളോടൊപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സംഘടിച്ചു ശക്തരാകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഘടിച്ച് ശക്തരാകുക എന്നുള്ള മുദ്രാവാക്യം നമുക്ക് തന്നിട്ട് നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. ഇപ്പം മറ്റുള്ള സമുദായങ്ങളിലൊക്കെ സംഘടിച്ച് ശക്തരായിട്ട് രാഷ്ട്രീയം അല്ല, നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്നവരൊക്കെ തന്നെ ആരാണോ സംഘടിച്ച് ശക്തരായത്
അവർക്കാണ് ആനുകൂല്യങ്ങളെല്ലാം നൽകുന്നത്. ഇപ്പം സംഘടിച്ച് ശക്തരാകാത്ത കാലത്തോളം, ഗുരുദേവൻ്റെ ആ സന്ദേശം കേൾക്കാത്ത കാലത്തോളം ഇത്തരത്തിൽ ഈ ശ്രീനാരായണ പ്രസ്ഥാനം, പ്രത്യേകിച്ച് SNDP പോലുള്ള ഈ പ്രസ്ഥാനം രാഷ്ട്രീയ ശക്തിയായിട്ട് മാറേണ്ടതിൻ്റെ ആവശ്യകത വന്നിട്ടുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറേണ്ടതിൻ്റെ ആവശ്യകത വന്നപ്പോഴാണ് BDGS എന്നുള്ള പ്രസ്ഥാനം വന്നത്. പിന്നീട് ചിത്രം പ്രവർത്തിക്കുന്നത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ, അതിനൊട്ടും മാറാതെ, SNDPയിൽ നിന്നോ ഒന്നും യൂത്ത് മൂവ്മെൻറ്റിൽ നിന്നോ ഒന്നും മാറാതെ യഥാർത്ഥത്തിൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. BDGSലും പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള കാലത്താണ് നമ്മളെ ചിത്രം വിട്ടുവരുന്നത്. സമൂഹത്തിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ട് കഴിയുന്നത്ര ചിത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രന് ഈ പ്രദേശത്ത് നല്ല ഒരു സുഹൃത വലയുണ്ട്. SNDP പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചിത്രൻ്റെ വിയോഗം നികത്താനാവാത്തതാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗ നിമിത്തം കുടുംബത്തിന് വന്നു ചേർന്ന ദുഃഖത്തിലും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു, നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. തുടക്കത്തിലുള്ള പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2 ലൈനുണ്ട്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൂഴിയുമോർക്കിൽ നീ, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഈ വാക്കുകളെ അന്വർത്ഥമാക്കുകയാണ് സത്യം പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ചിത്രൻ. ഏറെയൊന്നും പരിചയമില്ല എങ്കിലും, അടുത്ത ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് എങ്കിലും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും തന്നെ വലിയൊരു ബന്ധമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നത് ആളായതുകൊണ്ടും, പക്ഷെ അതിലുപരിയായിട്ട് ചിത്രനെ പറ്റി എനിക്ക് ഏകദേശം ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചിത്രേട്ടനെ കുറിച്ച്. ധാർമ്മികമായ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അതിനെ മുഴുവൻ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ആർജവം ഉള്ള ഒരു പ്രവർത്തനം ശൈലി അത് ചിത്രേട്ടനുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. ഈ സംഘടനയുടെ നാമം തന്നെ ധർമ്മസേന, ഭാരതീയ ധർമ്മ ജനസേന എന്നാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണാത് ധർമ്മമിത്യാഹു ധർമ്മോ ധാരയതി പ്രജാ. ധാരണാത് ധർമ്മമിത്യാഹു ധർമ്മോ ധാരയതി പ്രജാ. സ്വമേധയാ സംവിധാനങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് സമൂഹത്തിന് എന്തൊക്കെ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയും എന്ന് ഉച്ചസ്ഥൈര്യം ചിന്തിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുന്ന, ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രാവർത്തികമാക്കുന്ന ഒരു പ്രവർത്തന ശൈലി ആയിരിക്കണം സാമൂഹിക കർത്താവിൻ്റെ, സാമൂഹിക പ്രവർത്തകന്റെ എന്നുള്ളത് അന്വർത്ഥമാക്കിയിരുന്നത് ചിത്രനിലൂടെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്വർഗീയ ചിത്രേട്ടന്റെ ആ ഒരു പ്രയാണത്തിൽ നാം എല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മുടെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കണമെന്ന് അനുവർത്തിച്ചുകൊണ്ട് സാമൂഹിക തിന്മകളെ മുഴുവൻ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് നന്മകളെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. കാരണം അമീ യന്ത്ര തുമീ യന്ത്രി, ഞാൻ യന്ത്രമാകുന്നു, അങ്ങ് യന്ത്രത്തെ നിയന്ത്രിക്കുന്ന യന്ത്രിതാവാകുന്നു എന്ന് പറയുമ്പോൾ ആ യന്ത്രം എങ്ങനെ പ്രവർത്തിക്കണമോ എന്ന് ചിന്തിക്കേണ്ടതും ഇച്ഛിക്കേണ്ടതും എൻ്റെ ഉള്ളിലൊരു ജ്ഞാനമാകുന്ന വസ്തുവാകുമ്പോൾ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ
അത് സമൂഹത്തിന് മുൻ ഗുണപ്രാപ്തിയുള്ള സംവിധാനമായിരിക്കണം എന്ന് കൂടി ചിന്തിച്ചായിരിക്കണം സാമൂഹിക കർത്താക്കന്മാർ, സാമൂഹിക പ്രവർത്തകന്മാർ പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു കൈ കൊടുക്കുമ്പോൾ മറുകൈ അറിയരുത് എന്ന പ്രവർത്തനത്തിലൂടെ ആയിരിക്കണം. അതാണ് ഉദ്ദേശം. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് താഴ്ന്ന സംവിധാനത്തിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കരകയറ്റുവാനുള്ള ആർജവം സാമൂഹിക കർത്താക്കന്മാർക്ക്, സാമൂഹിക പ്രവർത്തകന്മാർക്ക് ഉണ്ടായിരിക്കണം. അവിടെയാണ് ചിത്രം വിജയം കൈവരിക്കുന്നത്, ചിത്രം ഉദയം ചെയ്യുന്നത്. ഓരോ ആളിൻ്റെ ഉള്ളിലും ചിത്രം ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പ്രത്യേകം ഒരു വരിയുണ്ട്. ഗീതോപദേശത്തിൽ അർജുനൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വേപതുശ്ച ശരീരമേ മഹർഷ ജായതേ ഗാന്ധീവം സംസതേ ഹസ്താത് ത്വക്ചൈവ പ്രതിഹ്യതേ. ഞാൻ വേപത കൊണ്ടിരിക്കുകയാണ്, എനിക്ക് യുദ്ധം പ്രാപ്തിക്കാൻ പറ്റില്ല, യുദ്ധം ചെയ്യാൻ കഴിയില്ല, ഞാൻ നിർത്തുകയാണ്. കാരണം ആ കാണുന്ന ദുശാസനാണ് എൻ്റെ സഹോദരനാണ്, അതെൻ്റെ സഹോദരനാണ്, കർണനാണ്, അദ്ദേഹത്തെ കൊല്ലുവാൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ ഭീഷ്മാചാര്യനാണ്, എൻ്റെ ആചാര്യനാണ്, അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, ക്ലൈഭ്യം മാസ്ക് മമ പാർത്ഥ നൈതൽ ത്വൈപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്കോത്തിഷ്ഠ പരന്തപ. നീ എഴുന്നേൽക്കുക, നീ യുദ്ധം ചെയ്യുക, നീ ധർമ്മത്തെ പ്രാപിക്കുക. അവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ സാമൂഹികമായ പരിഷ്കാരമാണ് നമ്മൾ ഇവിടെ നടത്തേണ്ടത്. അവിടെ നടത്തുന്നത് എന്താണ്? രാജനൈതിക നീതിയാണ് നടത്തിയത്. പ്രജാക്ഷേമത്തെ മുൻനിർത്തി പാരടക്കി ഭരിച്ചിരുന്ന കാലമാണ്. അവിടെ അതാണ്. ഇവിടെയാണെങ്കിലോ സാമൂഹിക തിന്മകളെയൊക്കെ അകറ്റിക്കൊണ്ട് ധാർമ്മിക ചിന്താധാരകൾ മുഴുവൻ മുറുകെ പിടിച്ചുകൊണ്ട് ധർമ്മത്തെ മുഴുവൻ സമൂഹത്തിന്റെ താഴത്തട്ടിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ധർമ്മത്തമായ സംവിധാനങ്ങൾ മുഴുവൻ ഉയർത്തിക്കൊണ്ട് ആ ധാർമ്മികമായ പ്രസ്ഥാനങ്ങൾ നമ്മൾ ലോകത്തിന് മുഴുവൻ വിരാജിക്കേണ്ട ഭാരതീയ ഈ സേന, ജാഗരണ സേന, അത് സമൂഹത്തിലെ ഗ്രാമങ്ങളൊക്കെ നേരത്തെ ബിജുജി പറഞ്ഞതുപോലെ NDAയുടെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർ പ്രാവർത്തികമാക്കുന്ന മുഴുവൻ നയങ്ങളെയും സാധാരണ താഴത്തട്ട് എത്തിക്കുവാനുള്ള ആ ഒരു കാഴ്ചപ്പാട് മുഴുവൻ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്ന നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം. ഈ വേദിയിൽ ചിത്രം കണ്ടോത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തനത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനത്തെക്കുറിച്ചുമൊക്കെ തന്നെ വിശദമായി മറ്റുള്ളവർ സംസാരിച്ചു എന്നതുകൊണ്ട് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചിത്രം കണ്ടോത്ത് എന്ന് പറയുമ്പോൾ ഭാരതീയ ധർമ്മ ജനസേനയുടെ ഒരു കരുത്തനായ, നിസ്വാർത്ഥനായ, ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ് മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം പാർട്ടി ഏൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടിയും 100% പൂർണ്ണതയിലെത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തായിക്കൊള്ളട്ടെ, പാർട്ടിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് മേഖലകളിലെ കണ്ണൂർ ജില്ലയിലെ ഏത് പ്രവർത്തനവും ചിത്രം കണ്ടോത്ത് മുൻപന്തിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭാരതീയ ധർമ്മ ജനസേനയുടെ ഒരു മുന്നണി പോരാളിയായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അത് നമ്മുടെ സംഘടനയ്ക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ പാരമ്പര്യവും പ്രവർത്തന പാന്താവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ ധർമ്മ ജനസേനയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചിത്രം കണ്ടോത്തിൻ്റെ പരിപാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഗത്തിലെ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഞാൻ. അത്തരത്തിൽ പല മീറ്റിങ്ങുകളിലും
ചിത്രമായിട്ട് സംസാരിക്കാനും പല പരിപാടികൾ സഹകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം 1 വർഷം പിന്നിട്ടു. അദ്ദേഹത്തിൻ്റെ വിടവ് അദ്ദേഹത്തിന് മാത്രമേ നികത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പുതിയ പുതിയ പ്രവർത്തകർ സംഘടനയിലേക്കും സമുദായത്തിലേക്കും കടന്നു വരട്ടെ. ഇന്നത്തെ ഈ അനുസ്മരണത്തിന് SNDP യോഗം യൂത്ത് മൂവ്മെന്റിന്റെ കേന്ദ്ര സമിതിയുടെ എല്ലാവിധ ആശംസകളും കൂടാതെ BDYS സംസ്ഥാന കമ്മിറ്റിയുടെയും ആശംസകളും ഈ അനുസ്മരണ സമ്മേളനത്തിന് ആശംസിക്കുന്നു. കൂടുതലായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിൽ വിശ്വാസികളുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാർ, പാർട്ടിയുടെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ചിത്രം കണ്ടോത്ത്, അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികമാണ്. അദ്ദേഹം പാർട്ടി ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ അദ്ദേഹം പാനൂർ മേഖലയിൽ നടത്തിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാനൂർ കൂത്തുപറമ്പ് മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ 1ാം വാർഷികത്തിനുള്ള അനുസ്മരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലും ഇന്ന് പാനൂർ ടൗണിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഈ പാർട്ടി രൂപീകരിക്കുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിശ്വസിക്കപ്പെട്ടിട്ടുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ, ഗുരുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. ഗുരുവിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ, ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവിൻ്റെ സാന്നിധ്യം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താക്കോച്ചലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് BDJS എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ BDJS എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ SNDP പ്രസ്ഥാനം, ശ്രീനാരായണ പ്രസ്ഥാനം ഗുരുവിൻ്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ, സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നടേശൻ, വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആകർഷപ്പെട്ടുകൊണ്ട് തന്നെ SNDP പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ വലിയ നിലയിലേക്ക് കൊണ്ടുവരാൻ ഈ പറയുന്ന BDJS എന്ന പ്രസ്ഥാനത്തിൽ എനിക്ക് വലിയ കടമയുണ്ട്, വലിയ ബാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് BDJSന്റെ കൊടി പിടിച്ചുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള താകോചല പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ BDJSന്റെ പ്രസ്ഥാനം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കഴിഞ്ഞ ഈ വാർഡിലെ 1ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 1ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പാനൂരിലെ PR കുറുപ്പിന്റെ കുടുംബത്തിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിയായാലും അവിടെ എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള BJPയുടെ അല്ലെ NDയുടെ സ്ഥാനാർത്ഥികൾക്ക് 20-25 വോട്ടിൽ കൂടുതൽ കിട്ടാതിരുന്നെങ്കിൽ അവിടെ 148 വോട്ടോളം കിട്ടിയിട്ട് അവിടെ വലിയ സാന്നിധ്യം, ജനമനസ്സിൻ്റെ ഉള്ളിലെ വലിയ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് BDJSന്റെ ഭാഗമായിട്ടല്ല, ചിത്രം കണ്ടോത്ത് എന്ന വ്യക്തി, ആ ചിത്രം കണ്ടോത്ത് എന്ന വ്യക്തി BDJS എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ മത്സരിച്ചപ്പോൾ ആ ചിത്രം കണ്ടോത്ത് എന്ന വ്യക്തിക്ക് വേണ്ടിയും ആ BDS എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ആ പ്രദേശ ജനങ്ങൾ ഇന്നലെ വരെ PR കുറുപ്പിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ആ 1ാം വാർഡിന്റെ ചിത്രം. ആ വാർഡില് അവരുടെ ആ പ്രദേശത്ത് PR കുറുപ്പ് ജനിച്ചു വളർന്നിട്ടുള്ള ആ പ്രദേശത്ത് ആ വാർഡിന്റെ ചിത്രത്തിൽ ആ രീതിയിലേക്ക് വരുമ്പോ ചിത്രന്റെ സാന്നിധ്യമാണ്
ആ ചിത്രം ജനങ്ങൾക്കിടയിലേക്ക് എത്രത്തോളം ആഴത്തിലെത്തിയിരുന്നു എന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാത്രം നമുക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ എല്ലാം പ്രതിഫലമാണ് ഇന്നത്തെ ഈ ചിത്രന്റെ ഈ വസതിയിലേക്കും പാനൂർ ടൗണിലേക്കും ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത്. അവിടെയാണ് ഓരോ പ്രശ്നങ്ങൾക്കും ഇടപെടുമ്പോൾ ഓരോ പ്രശ്നങ്ങൾക്കിടയിലേക്കും ചിത്രന്റെ ആ ജനമനസ്സിന്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ ചെറുപ്പക്കാരൻ, അതാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പൈലിത്തേട്ടൻ പറഞ്ഞത്, ചില ആളുകളെ ജനം മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ല ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളെ വേഗം കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ചിത്രം നമുക്ക് നീക്കി വെച്ചിട്ടുള്ള കുറെ കാര്യമുണ്ട്, അത് നമുക്ക് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം, ആ ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദിയുടെ സർക്കാർ, ആ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതോടെ നടത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകി മുന്നോട്ട് പോകാം. ചിത്രം നമ്മുടെ കണ്ടിട്ടുള്ള ആ ചിത്രന്റെ ആ ജീവിത മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ പാനൂർ ഉൾപ്പെടെയുള്ള, ഈ കൂത്തുപറമ്പ് മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ, BDJസിന്റെ വളർച്ചയിൽ, ആ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ചിത്രന്റെ ഈ സ്മരണ നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ നമുക്ക് കഴിയണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പാവപ്പെട്ട സാധാരണക്കാരുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഏറ്റവും അവസാനം ചെയ്ത ഒരു പ്രവർത്തനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്. GSTയിൽ പരിഷ്കരണം നടത്തില്ലേ? പാവപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾ വില വർധന കുത്തനെ കുതിച്ച് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ നിത്യോപയോഗ സാധനങ്ങൾ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് കിട്ടണം. എന്റെ സർക്കാരിന് എന്റെ നികുതി ആയിട്ട് എന്റെ ഖജനാവിലേക്ക് പണം കിട്ടുന്നതിനേക്കാളും പ്രധാനം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ, അവരുടെ ദുരിതം മാറ്റാൻ, അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാൻ, നികുതി ഭാരം കുറക്കാൻ വേണ്ടി GSTയിൽ നടത്തിയുള്ള പരിഷ്കാരങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാ. അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം, തുഷാർജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം, ആ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയിലാണ് ഇവിടെ നമ്മുടെ നാട് കാണുന്നത്. അതിന്റെ എല്ലാം മാറ്റമാണ് ഇന്നത്തെ ചിത്രന്റെ അനുസ്മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും നമ്മൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വളർച്ച, BDJസിന്റെ വളർച്ച, ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് പാവപ്പെട്ടതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയുള്ള പദ്ധതികൾ 10 വർഷം കഴിഞ്ഞ് 14 വർഷത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം, നരേന്ദ്രമോദിജി, തുഷാർജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം, ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് 300ഓളം പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എല്ലാം ജനങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, സാധാരണക്കാരന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിൽ അല്ലെ 5 ലക്ഷം രൂപ, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയായാലും, നമ്മുടെ റെയിൽവേ ഉൾപ്പെടെ ആയാലും, റോഡ് ഗതാഗതമായാലും, എല്ലാ മേഖലയിലും ഇത്തരം വികസനങ്ങൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുമ്പോൾ ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ വലിയ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിത്രന്റെ സ്മരണ, ചിത്രം കണ്ടത്തിന്റെ സ്മരണ നമുക്കെന്നും ഒരു ആവേശമാകാൻ, ആ ചിത്രന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ, നമ്മുടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തെയും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ തുഷാർജിയും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊടുത്തില്ല. അതേ രീതിയിൽ കേരളത്തിലെ ഒരു ദേശീയ ജനാധിപത്യ സഖ്യം നമുക്ക് ഉണ്ടാക്കാനാവുന്ന രീതിയിലുള്ള ഒരു സർക്കാർ, കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ചിത്രന്റെ സ്മരണ നമുക്ക് കൂടുതൽ ആവേശമുണ്ടാക്കണം. ആ സ്മരണകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത മാതൃക, ആ ബാധ്യത മാതൃക നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊരു വലിയ ആവേശമാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളും BDJസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളാണ് അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി കർമ്മത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ BDJസിന്റെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനീഷ് ബാബു
കാക്കോത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു വേർപാടിൻ്റെ അനുസ്മരണത്തിൽ പങ്കുചേർന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ അമരനായ ചിത്രകണ്ഠൻ സാറ് എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഒരു വ്യക്തിയുടെ അമരത്വം എങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എനിക്ക് എന്നെക്കാട്ടി മുന്നിൽ സംസാരിച്ച ആൾക്കാരെല്ലാം എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തിന് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് നന്ദി പ്രകടനമാണ്. ഞാൻ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം പറഞ്ഞ നമ്മളുടെ BDJSൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ രാജീവേട്ടന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ BDJSൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മനീഷ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്ത സ്വാമി ശിവരിമഠ സ്വാമി ശ്രീ പ്രേമാനന്ദജി അവർക്ക് നന്ദി പറയുന്നു. കൂടാതെ നമ്മളുടെ ജില്ലാ പ്രസിഡന്റും കൂടാതെ സംസ്ഥാന സെക്രട്ടറിയുമായ പൈരിവാത്തി ചേട്ടന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എലക്കുഴിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ സംബന്ധിച്ച എല്ലാ നല്ല നേതാക്കന്മാർക്കും നല്ലവരായ നമ്മളുടെ BDJSൻ്റെ സജീവ പ്രവർത്തകർക്കും ശ്രീ നാരായണർക്കും എൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയ് BDJS. ഈ അനുസ്മരണ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് അറിയിക്കുകയാണ്.